sense of dissatisfaction out there. People are looking for something that is positive. People are looking for something that is affirmative. People are looking for something that redefines identity and values and culture. Nigel Farage continues by focusing on a specific concern he sees within the UK. നൈജൽ ഫരാജ് യുകെയിലെ റീഫോം പാർട്ടിയുടെ നേതാവായിരിക്കുന്ന ഇദ്ദേഹം കഴിഞ്ഞ 8 പ്രാവശ്യം യുകെയിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്നെങ്കിലും അദ്ദേഹത്തിന് ഇതുവരെ ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ 2024 തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ റീഫോം പാർട്ടിക്ക് 5 സീറ്റുകളാണ് യുകെയിൽ ലഭിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 14.3% ഓഫ് വോട്ടിംഗ് ഷെയറാണ് ഇപ്പോഴേ ഈ ഒരു പാർട്ടിക്ക് യുകെയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ന്യൂസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടികളെക്കാൾ കൂടുതൽ ജനപിന്തുണ ഇപ്പോൾ ഈ ഒരു റീഫോം പാർട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പാർട്ടിക്ക് ഇത്രയും ജനപിന്തുണ ലഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ ഇപ്പോഴും പൊറുതി മുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഇവിടെ വന്ന് കാണിക്കുന്ന കുറേ ഇതേപോലെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോഴും നമ്മൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യുകെയിലെ ബ്രിട്ടീഷുകാരായ ആൾക്കാർ കുറേ ആൾക്കാർ ഇവിടുന്ന് രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ആൾക്കാർ ഇവിടം വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഈ ഒരു റിഫോം പാർട്ടി അല്ലെങ്കിൽ ഗ്രീൻ പാർട്ടി ഇതേപോലെയുള്ള ആൾക്കാർക്ക് പിന്തുണ നൽകുകയാണ്. അതായത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ യുകെയിലേക്ക് വരുന്നതിന് ഇവിടുത്തെ കൺസർവേറ്റീവ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലേബർ ഗവൺമെൻറ്റോ സപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യുകെയിൽ വരുന്നവരെ ഇഷ്ടമില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ ഒരു റീഫോം യുകെ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പാർട്ടിക്ക് ഇപ്പോൾ ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് യുകെ അല്ലെങ്കിൽ ബ്രിട്ടൻ ഇപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും അറിയേണ്ടത്. നമുക്കറിയാം നമ്മളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫ്രീഡത്തിലുമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അവരവരുടെ രാജ്യങ്ങളിൽ ജീവിക്കുന്നതിനെക്കാട്ടിൽ ഫ്രീഡത്തിലും അതുപോലൊക്കെ തന്നെ നല്ല രീതിയിലും ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു രാജ്യത്തിൽ അത്രയും ഫ്രീഡത്തിൽ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടി ഫ്രീ ആയിട്ട് സ്കൂളുകളും കോളേജുകളിലും ഒക്കെ നമുക്ക് പോയി പഠിച്ച് നമ്മുടെ കുട്ടികളെ വളർത്താൻ പറ്റുന്ന സ്വന്തമായിട്ട് വീടുകൾ വാങ്ങാൻ പറ്റി ഇവിടെ PR-ഉം കിട്ടി അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് നേടി ഫ്രീ ആയിട്ട് ജീവിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ അഹങ്കാരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പോലും ഇവിടുന്ന് പുറത്ത് ചാടിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു പാർട്ടിയാണ് ഇത്. അപ്പോൾ ആ ഒരു പാർട്ടിക്ക് ഇപ്പോൾ വളരെയധികം പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1-2 വർഷം കഴിയുമ്പോൾ ഇനിയിപ്പോൾ നിനക്ക് PR കിട്ടി അല്ലെങ്കിൽ നീ സിറ്റിസൺ ആണ്, നിനക്ക് ഇനിയിപ്പോൾ എന്ത് തോന്നിവാസം ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ തോന്നിവാസം കാണിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമ്മളെ ഇവിടെ നിന്ന് കിക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം കാനഡയാണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും UK ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 7-8 മാസങ്ങളായിട്ട് അവരിതുപോലെയുള്ള വിസകൾ കൊടുക്കുന്നതൊക്കെ വളരെയധികം കുറച്ചിരിക്കുകയാണ്. യുകെയുടെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഒരു എഞ്ചിനീയറിനോ അല്ലെങ്കിൽ ടീച്ചർക്കോ അല്ലെങ്കിൽ ഒരു നേഴ്സിനോ പോലും അല്ലെങ്കിൽ ഡോക്ടർക്ക് പോലും യുകെയിലേക്ക് വിസ കിട്ടുക, ഒരു Tier 2 വിസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴേ കാത്തിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഇവിടെ ഓൾറെഡി എത്തിയിരിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഇവർക്ക് വിസ കൊടുക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ല. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് ഇന്ത്യ 2020 വേൾഡ് കപ്പ് വിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ ധാരാളം ആൾക്കാർ കൂടിക്കൊണ്ട് നമ്മളുടെ ദേശീയ പതാക ഉയർത്താനൊക്കെ പോയതും അതിൻ്റെ ഒരു പോളിൽ നിന്ന് താഴെ വീഴുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇപ്പം പല ന്യൂസുകളിലും നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മളുടെ ഇന്ത്യക്കാർ ഇവിടെ വന്നിട്ട് കാണിക്കുന്ന തോന്നിവാസങ്ങളും ആളുകൾ പോയിട്ട് പബ്ലിക്കായിട്ട് മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുക. പിന്നെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ പെൺകുട്ടികളുമായിട്ടുള്ള ടെക്സ്റ്റ് ചാറ്റിങ് അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്
സമയത്താണ് ഇപ്പോഴീ ഒരു ലഹള കൂടി വന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഇന്ത്യക്കാരൊന്നും അതിലധികം ഇല്ല എങ്കിൽ പോലും ധാരാളം ആൾക്കാർ വിദേശികളാണ്, ഏഷ്യൻ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ എല്ലാം കാരണ ഹേതുക്കളായിട്ട് മാറിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഇതെല്ലാവരും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാവരും വിദേശികളാണ്. ഇവൻ മലയാളിയാണോ, അല്ലെങ്കിൽ ഇവൻ ശ്രീലങ്കനാണോ, അല്ലെങ്കിൽ ഇവൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണോ ഒന്നുമല്ല. വിദേശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ ലേബലിലാണ് അവർ നിർത്തിയേക്കുന്നത്. അപ്പം നമ്മൾ ഇതേപോലൊക്കെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മളെ അവരിപ്പോഴേ ചവിട്ടി ഓടിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരെ നല്ലത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരാൾക്കും ഇതേപോലുള്ള രാജ്യങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേബർ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കൺസർവേറ്റീവ് ഗവൺമെൻറ് വന്നു, അത് കഴിഞ്ഞ് വീണ്ടും ലേബർ ഗവൺമെൻറ് വന്നു. ആ ഒരു സമയത്തൊക്കെ നമുക്കിവിടെ ഫ്രീഡത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ റീഫോം പാർട്ടിയെ പോലുള്ള ഇതുപോലുള്ള ഒരു പാർട്ടിയൊക്കെ UK ഒക്കെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തിനു പറയണം, ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന നമ്മളൊക്കെ വലിയ സേഫായിട്ട് നമ്മൾ ബ്രിട്ടീഷ് പാസ്പോർട്ടൊക്കെയാണ് അല്ലെങ്കിൽ PR ഒക്കെ നേടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ പോലും നമ്മളെപ്പോലും കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവർ പുറത്താക്കാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് UK താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നമ്മളൊരു വിദേശ രാജ്യത്താണ് താമസിക്കുന്നത്, ഇതേപോലെയുള്ള തോന്നിവാസങ്ങൾ ഇനിയെങ്കിലും കാണിക്കാൻ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പണി വരുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മൾക്കറിയാമല്ലോ, നമുക്ക് ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ നാട് പോലും കുറച്ചുകൂടി അഭിവൃദ്ധിപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ കേരളം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകത്തുള്ളൂ. കാരണം നമ്മൾ ഇപ്പോഴത്തെ ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതിനുശേഷം ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, ഇതേപോലെയുള്ള അമേരിക്ക ഒക്കെ രാജ്യങ്ങളിലൊക്കെ പോയിട്ടാണ് നമ്മുടെ കുടുംബം നല്ലതായതും അതുപോലെ തന്നെ നമ്മുടെ നാട് നല്ലതായതും. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് അവിടെ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് തിരിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുമാനിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതേപോലെയുള്ള രാജ്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പോലും ഇപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള രാജ്യങ്ങൾ ഇനി ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം ഇപ്പം തന്നെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളുടെ പ്രവൃത്തികളൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ വന്ന് പെടുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിദേശ രാജ്യത്താണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ രാജ്യത്തിലെ നിയമങ്ങളൊക്കെ അനുസരിച്ച് വേണം നമ്മളവിടെ താമസിക്കാനായിട്ട്. അല്ലാതെ നമ്മളുടെ നിയമങ്ങൾ അവിടെ ചെന്ന് അവിടെ അടിച്ചേൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാലും ചുരുട്ടി ഓടേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യം എല്ലാവരും അറിയണം. ഇത് നമ്മളെപ്പോലെയുള്ള ഒരു ഇന്ത്യക്കാരന് അല്ലെങ്കിൽ മറ്റുള്ള ഒരു രാജ്യക്കാരന് അവൻ വിചാരിക്കുന്നത് നമുക്കൊരു അഭയം തന്നിട്ടൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ അവൻ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ആ രാജ്യക്കാർ അവരുടെ തനി നിറം പുറത്തിറക്കും. ആ ഒരു തനി നിറം പുറത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഈ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. നമുക്കിവിടെ ഫ്രീഡം തന്നിരിക്കുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ UK വന്നിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടുത്തെ ആൾക്കാരൊന്നും തന്നെ ചോദിക്കത്തില്ല, അല്ലെങ്കിൽ പോലീസുകാർ വഴിയിൽ നമ്മളെ തടഞ്ഞു നിർത്തത്തില്ല, അല്ലെങ്കിൽ നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ ചേസ് ചെയ്ത് നമ്മൾ തോന്നിയാസമൊന്നും കാണിച്ചില്ലെങ്കിൽ നമ്മളുടെ മുന്നിലോട്ട് വരത്തുമില്ല. അപ്പോൾ അത്രയ്ക്ക് ഫ്രീഡം തന്നുകൊണ്ട് നമ്മളെ തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ട് പോകുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. നമ്മളിവിടെ ജോലി ചെയ്യുന്നു, അത് ശരിയാണ്, അവർ നമുക്ക് ശമ്പളം തരുന്നു, അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഫ്രീഡത്തിൽ ഒരു രാജ്യം നമ്മളെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിനെ സ്നേഹിക്കാനും ആ രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. UK പോലെയുള്ള രാജ്യത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പോലെയുള്ള രാജ്യത്തിലെ ആ ബ്രിട്ടീഷുകാർക്ക് വേറെ രാജ്യത്തൊക്കെ പോകാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ഇതേപോലെയുള്ള പാർട്ടികളെ അവർ ഇനിയിപ്പോൾ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK ഗവൺമെൻറ് ഇനിയിപ്പോൾ ഈ ഒരു അഭയാർത്ഥികളായിട്ടുള്ള വന്നിട്ടുള്ള ഇതേപോലൊക്കെ ഇവിടെ ഇപ്പോൾ ഇല്ലീഗലായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരെ മുഴുവനും കണ്ടുപിടിച്ച് ഡിപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ്. അതൊക്കെ ഇനിയിപ്പോൾ ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് നടത്തും. കാരണം ഇനിയിപ്പോൾ ലേബർ ഗവൺമെൻറ്റാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അവരുടെ ആ ഒരു പിന്തുണ കൂടി കുറഞ്ഞു വരികയാണ്. റിഫോം പാർട്ടിയിലേക്ക് ജനങ്ങൾ മുഴുവനും എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭരണം നഷ്ടപ്പെടും. അപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീഫോം UK എന്ന് പറയുന്നൊരു ഒരു പാർട്ടി ആയിരിക്കും ഇനിയിപ്പോഴും ഭരണത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇല്ലീഗലായിട്ട് ഇവിടെ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ എല്ലാം തിരഞ്ഞു പിടിച്ച് ഇവർ ഡിപ്പോർട്ട് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോഴും ഗവൺമെൻറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും Tier 2 വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും PR കിട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മളൊരു അന്യരാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മൾ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ക്വയറ്റായിട്ട് കാമായിട്ട് നമ്മളുടെ ജോലി ചെയ്തുകൊണ്ട് നമ്മളുടെ കുടുംബത്തെ പോറ്റിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ അറിയാമല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടോ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ടോ ഒന്നും യാതൊരു ചിലവുമില്ലാത്ത ഒരു രാജ്യമാണ്. അപ്പോൾ അത്രയ്ക്ക് ഫ്രീഡത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ആ ഒരു രാജ്യത്തെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പോകരുത്. നമുക്ക് പറ്റുന്ന രീതിയിൽ ആ രാജ്യത്തെ സഹായിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് വിസകൾ കുറഞ്ഞിരിക്കുന്നു, സ്റ്റുഡൻറ്റ് വിസകൾ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് UK വരാനുള്ള സകല വഴികളും അടയുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളുടെ പിന്തുടർച്ചക്കാരായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതേപോലെയുള്ള രാജ്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിപ്പോൾ നിൽക്കുന്നത്. അവർ രക്ഷപ്പെടാനായിട്ട് നമ്മൾ തന്നെ വഴിയൊരുക്കുക. അതാണ് നമ്മളിപ്പം ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.